ഹലോ, ഇന്ന് ഞാൻ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോരുകറി അല്ല, മോര് ഒഴിക്കുന്നുണ്ട്, പക്ഷെ മോരുകറി അല്ല കേട്ടോ. പിന്നെ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളി കൂട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഇഞ്ചി മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ കറി വയ്ക്കാം. പിന്നെ ഞാനിതിൽ മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയിലയുടെ മണവും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അതിന് പകരം നമുക്ക് കരിവേപ്പില ചേർക്കാം. പിന്നെ ഈ ഒരു കൂട്ടാൻ എന്ന് പറയുമ്പോൾ കടുകും മുളകും ഒക്കെ വറുത്ത് കൊട്ടി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ കറി തിളപ്പിക്കില്ല. നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ പൊതുവേ ചൂടല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താളിച്ച് കഴിഞ്ഞിട്ട്, അതായത് കടുകും മുളകൊക്കെ വറുത്തിട്ടിട്ട് ഈ ഒരു കൂട്ടും മോരൊക്കെ കൂടിയിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒരു തള തിളപ്പിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ കൂട്ടണമെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 2 ദിവസത്തേക്കൊക്കെയാണ് കറി വെക്കണമെങ്കിൽ ഇന്നും നാളെയും അങ്ങനെയായിട്ട് കറി വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുത്ത ഉടനെ തന്നെ നമുക്ക് കൂട്ടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊക്കെ, ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് കൂട്ടി കഴിഞ്ഞാൽ നമുക്കതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആവും, കേട് വരുമൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കൂട്ടാൻ്റെ പേരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോര് ഒഴിക്കുന്നത്, പക്ഷെ മോര് കറി അല്ലാന്ന്. ഇതിനെ പറയുന്നത് കുക്കുംബർ തമ്പുള്ളി എന്നാണ് കേട്ടോ. ബാംഗ്ലൂരും കർണാടക ഭാഗത്തേക്കൊക്കെ ഈ ചൂട് സമയത്തൊക്കെ അത്യാവശ്യം എല്ലാ സമയത്തും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറിയുടെ വിശേഷമാണ് ഇന്ന് കുക്കുംബർ തമ്പുളി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വരും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കുംബറിൻ്റെ പകുതി ഞാൻ അരപ്പിനും ചേർത്ത് വെക്കുന്നുണ്ട്, ബാക്കി പകുതി ഞാൻ കൂട്ടാൻ തിളപ്പിക്കുമ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരപ്പിലേക്ക് പിന്നെ ഞാൻ 1 കപ്പ് നാളികേരവും പിന്നെ മല്ലിയില, ഞാൻ പറഞ്ഞിട്ടുണ്ട് മല്ലിയില ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. പക്ഷെ മല്ലിയിലയാണ് കൂടുതലും ടേസ്റ്റ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായ കാരണം ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, അധികം പുളി പാടില്ല, എന്നാൽ ചെറിയ പുളി വേണം താനും. 1/2 കപ്പ് തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഇതെല്ലാം ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്ക് പൊന്തി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഈ നാളികേര അരപ്പ് അരച്ചതിന് ശേഷം തൈര് കൂട്ടിയിട്ട് അരച്ചാൽ മതി. പിന്നെ ഒന്നുമില്ല, ഒരു ചട്ടി വെക്കുക, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പകുതി കുക്കുംബറും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബർ തമ്പുള്ളി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഒരു നേരത്തെ കൂട്ടാനൊക്കെയും ഇപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ലാഭിക്കണ്ടേ, അപ്പോൾ ഒരു നേരത്തെ കൂട്ടാനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.